ഇപ്പൊ കറന്റ് ഞാൻ ഒരു തെലുങ്ക് ഫിലിമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ വേറൊരു ഭയങ്കര ഗ്രേ ഷെയ്ഡുള്ള ഒരു കൊടൂര ക്യാരക്ടറാണ്. അപ്പൊ അത് ഞാൻ ആ ഡയറക്ടറോട് ചോദിക്കുകയും ചെയ്തു നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് അത് എന്നെ ആ ക്യാരക്ടറിൽ. അത് 18+ കണ്ടിട്ടാണ് പുള്ളി പ്രേമിൽ കണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ 18+ ജസ്റ്റ് പുള്ളി വെറുതെ കണ്ടപ്പോഴാണ് പുള്ളി ഈ ക്യാരക്ടറിലോട്ട് എന്നെ പ്ലേസ് ചെയ്തത്. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോഴും പുള്ളിക്ക് അങ്ങനെ ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനെ തോന്നി നിങ്ങൾ ചെയ്താൽ ശരിയാവും എന്നുള്ള. അപ്പൊ എനിക്ക് നല്ല ഡയറക്ടേഴ്സാണ് ശരിക്കും നമ്മളെ പിക്ക് ചെയ്ത് എടുക്കുന്നത്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള. തീർച്ചയായും അവര് പല പടങ്ങൾ കണ്ടു ചെയ്യുന്ന ഞാനൊക്കെ തുടക്കാതെ ചിലപ്പോൾ നമ്മുടെ ജഡ്ജ്മെന്റ് ഒക്കെ പാളിന്ന് വരാം. നമുക്ക് നമ്മൾ അത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ല. അപ്പൊ ഇത് ഞാൻ ചെയ്ത് നോക്കാം ചിലപ്പോൾ ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. നമ്മളത് ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോ പ്രേമലിന് ശേഷം ഓരോ കഥകൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ അടുത്ത പടം വരുമ്പോഴും ഇവൻ എന്നെ വിളിച്ച് ഞാൻ അവനെ വിളിച്ച് ചോദിക്കണം ഇതാണ് പരിപാടി, അപ്പൊ നീ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ, നീ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ മാറ്റി പിടിക്കാൻ ചെയ്യാറുണ്ടോ. അപ്പൊ റൊമാൻസ് ആയ സമയത്തും നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ച് കമ്മിറ്റി സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കുകയായിരുന്നു എന്താണ് എങ്ങനെയാണ് പരിപാടി ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ. അപ്പൊ ആ ഒരു സാധനം നമ്മുടെ ഞങ്ങള് ഭയങ്കരമായിട്ട് ഈ ഫ്രണ്ട്ഷിപ്പ് പല ഡിസിഷൻ മേക്കിലും ഈ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മളിപ്പോ പുതിയതായിട്ട് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ഒരുമിച്ച് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം കിട്ടുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഇങ്ങനെ ഫേസ് ചെയ്യാം ഈ പ്രശ്നത്തിനെ, അല്ലെങ്കിൽ ഒരു കഥ എടുക്കുമ്പോൾ ഇങ്ങനെ അതിനെ ഡീൽ ചെയ്യാം എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ. ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ ഭയങ്കര സിമിലർ ആയിരുന്നു ആഫ്റ്റർ പ്രേമല്. ഞാൻ ഇനീഷ്യലി എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ എപ്പോഴും സംഗീതത്തിന് വിളിക്കാനും സംഗീതം ഇങ്ങനത്തെ ഒരു പക്ഷേ ആസ് ഒരു എഡിറ്റർ ആണല്ലോ, ഒരു ടെക്നീഷ്യൻ. അപ്പൊ ആ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരാളും ചേട്ടൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എപ്പോഴും വിളിക്കായിരുന്നു സംഗീതത്തിന് ഇതിന് എന്ത് തോന്നുന്നു, സംഗീതം ഇത് പിടിച്ച് ഓക്കെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു. ഈ അഭിനയവും അവാർഡിലേക്ക് കൊണ്ടുപോയി വീണ്ടും നമുക്ക് ഒന്നും കൂടെ പ്രഷർ മുമ്പിലേക്ക് അഭിനയവും അവാർഡിലേക്ക് എത്തിച്ചല്ലോ. എഡിറ്റർ എന്ന നിലയ്ക്ക് ഇപ്പൊ അഭിനയത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു വ്യത്യാസങ്ങളുണ്ടല്ലോ. ഇനി നമുക്ക് ഒന്നും കൂടെ ഭാരമാണ് പ്രഷർ. നമ്മൾ എങ്ങനെയാണ് എഡിറ്റിംഗിൽ മാത്രം പോരാ അഭിനയത്തിലും എത്തിക്കഴിഞ്ഞു, അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഭാരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല, ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം ഇവിടെ പല സമയങ്ങളിലും ഇതൊരു ഓവർ റെസ്പോൺസിബിലിറ്റി തോന്നുമ്പോൾ ഭയങ്കര ആങ്സൈറ്റിയാണ്. ഒരു ക്യാരക്ടർ ചെയ്യാനോ ഒരു സീൻ ചെയ്യാനോ ഒക്കെ നമ്മളത് ഇൻസെക്യൂർ ആക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിപ്പോ ഏറ്റവും എൻജോയ് ചെയ്തിട്ട് നമ്മൾ ജെന്യുവിൻ ആയിട്ട് ഇതിനോട് അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ പിടിച്ചു പോകുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു 90%, 10% എന്നാലും കയ്യിൽ നിന്ന് പോകും. ബാക്കി 90% ഇതിന്റെ ഭാരം ഒന്നും ഏറ്റെടുക്കാണ്ട് ഇതിന്റെ ചുറ്റുള്ള വേൾഡ് നോക്കാണ്ട് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ ഇതിനു മുമ്പൊക്കെ ഇപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ തുടങ്ങിയാണെങ്കിലൊക്കെ ഇപ്പൊ കുറച്ചും കൂടി നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. എഡിറ്റ് ചെയ്തിരുന്നപ്പോ പോലും ഞാൻ പല കാര്യങ്ങൾ ഫാക്ടേഴ്സ് ആയിട്ട് പറയുമായിരുന്നു. ഒരു സിനിമ എഡിറ്റ് ചെയ്യാൻ എന്താണ്, ഞാൻ കഥ, ചില സമയങ്ങളിലെ ബ്രാൻഡ്. ഇപ്പൊ അതൊന്നുമല്ല, ഇപ്പൊ പെക്കുലർ ആയിട്ട് നമ്മുടെ ക്യാരക്ടർ, കഥ കുറച്ചും കൂടി അത് പ്രിസൈസ്ഡ് ആയി തുടങ്ങി. നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ അതിനുള്ള ഓപ്ഷൻ കിട്ടി തുടങ്ങി. ഇപ്പൊ അധികം ടെൻഷൻ ഈ കഴിഞ്ഞ സിനിമകളുടെ ടെൻഷൻ പിടിക്കാറില്ല, അത് പിടിച്ച പണിയാണ്. ഉറപ്പാണ്. പക്ഷെ ഇപ്പം അഭിനയിക്കാൻ പോകുമ്പോൾ നമുക്ക് ഉറക്കമൊക്കെ സമയത്തുണ്ട്. മറ്റേ എഡിറ്റിംഗ് രാത്രി മുഴുവൻ സമയങ്ങൾ വരുന്നത് അല്ലെ. എന്താ ഓരോ സിനിമ കത്ര വയ്ക്കുമ്പോൾ നമ്മളൊരു അഭിനയിക്കാൻ കത്ര വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എങ്ങനെയാണ്? സീൻ തൂക്കുമല്ലോ നമ്മള്. അതൊരു കുറച്ച് നമ്മള് എന്താ പറയുക ബ്രൂട്ടലാവേണ്ടി വരും എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ചില ആക്ടേഴ്സൊക്കെ അതിന്റെ പെയിൻ ഇപ്പോ മനസ്സിലാവും നമുക്ക്. ഇപ്പൊ നല്ല നേരത്തെ അറിയാം. ഇപ്പൊ നമ്മള് ഭയങ്കര പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ആഗ്രഹിച്ച് അടിച്ചൊരു കൗണ്ടർ, അല്ലെങ്കിൽ ഭയങ്കര രസമായിരിക്കും എന്ന് വിചാരിച്ചിരുന്ന ഒരു റിയാക്ഷൻ, അല്ലെങ്കിൽ ഒരു സീൻ ഒക്കെ ഇപ്പൊ നമ്മള് തിയേറ്ററിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊക്കെ അതിന് മുമ്പൊക്കെ ഡബിലൊക്കെ ആണെങ്കിലും കാണാറുണ്ട്. അത് പോയി എന്നറിയുമ്പോൾ ഈശ്വരാ എന്നുള്ളത് തോന്നാറുണ്ട്. ഞാനൊക്കെ നേരെ മറിച്ച് എഡിറ്റർ ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സീനിൽ വരുന്ന ആക്ടർ ആയിരിക്കും, പക്ഷെ സിനിമയ്ക്ക് അത് ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഫോഴ്സ്ഡ് ആവും അത് കട്ട് ചെയ്യാൻ വേണ്ടിട്ട്, വേറെ നിവർത്തിയില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചെയ്യാൻ പറ്റില്ല. ആ മേഖലയിൽ എത്തുമ്പോ ഞാനിപ്പോ അഭിനയിച്ചതിന് ശേഷം പടം എഡിറ്റ് ചെയ്തു, സർക്കിട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആസിഫ് അലിയുടെ മൂവി എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക. അതിനകത്തും ഒരു സീനിലൊക്കെ വന്ന ഒരാള് കളയേണ്ടി വരുമ്പോ ഇപ്പൊ കുറച്ചും കൂടി ആ വിഷമം എംപതൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ കളയാതെ സംഗീതനെ തന്നെ കളഞ്ഞിട്ടുണ്ട്. അതെ, ലിറ്റിൽ മിസ് റാവുത്തറിൽ ചെയ്യുമ്പോ ക്ലൈമാക്സിന്റെ ഒരു മെയിൻ ഭാഗത്ത് ഞാൻ ഒരു ഇതായിട്ട് ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. അപ്പൊ ആദ്യം പത്രോസിലും ഞാൻ ചെറിയ സീനിൽ അഭിനയിച്ചിരുന്നു. അപ്പൊ പത്രോസിൽ എന്റെ സീൻ എഡിറ്റ് ചെയ്ത് ഞാനല്ല, എന്റെ അസോസിയേറ്റ് എഡിറ്റ് ചെയ്തത്. ഞാൻ ചെയ്തു പറയുമായിരുന്നു. പക്ഷെ ലിറ്റിൽ മിസ് റാവുത്തറിൽ വന്നപ്പോ അതിനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം പടത്തിന്റെ ക്ലൈമാക്സിലാണ് നമ്മളുടെ പാർട്ട് വരുന്നത്. അപ്പോ ഞാൻ തന്നെ എന്റെ സീനുകൾ കട്ട് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട്. സുഖം അല്ലല്ല, രണ്ടും പാടാണ് അഭിനയം. എന്നെ സംബന്ധിച്ച് എനിക്ക് എഡിറ്റിംഗ് ആണ് സുഖം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.